ലാലേട്ട എന്നാണ് നമ്മൾ ലാലേട്ടനെ ഏട്ടാന്ന് വിളിക്കുന്നതിലൂടെ നമ്മുടെ സ്നേഹവും നമ്മുടെ ബഹുമാനവും അവർക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്ന പരിപാവനമായിട്ടുള്ള പൊസിഷനും ദൈവതുല്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ഒക്കെയാണ് നമ്മൾ ഈ ഠ എന്ന വിളിയിലൂടെ ഉൾക്കൊള്ളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏട്ടൻ സഹപ്രവർത്തകൻ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ സിനിമയിൽ പോയി അഭിനയിച്ച് സ്വന്തം മാർക്കറ്റ് വാല്യൂവിന്റെ ഒരു ബലത്തിൽ ആ സിനിമ വിജയിക്കണമെന്നും ആ നടൻ സിനിമാ ഫീൽഡിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് പോയി അഭിനയിച്ച് ആ നടനെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേങ്കിൽ എന്ന വിളി കേട്ട് കോഴി ഓടുന്ന പോയ സിനിമയിൽ അഗ്രിമെന്റ് എഴുതുമ്പോഴത്തേക്കും അഭിനയിക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന നടൻ നിരപരാധി ആണോ എന്നോ അപരാധി ആണോ എന്നോ കോടതി വിധിച്ചിട്ടില്ല. അതായത് അങ്ങനെ ഓടിപ്പോയി അഭിനയിക്കുന്ന സമയത്ത് നമ്മുടെ ലാലേട്ടന്റെ മനസ്സിൽ എന്ത് വിധി വന്നാലും അവൻ നിരപരാധി ആയിക്കോട്ടെ അപരാധി ആയിക്കോട്ടെ എന്തായാലും അവന്റെ അടുത്ത സിനിമ വിജയിക്കണം, എന്റെ മാർക്കറ്റ് വാല്യൂ ഉണ്ട്, അവനൊരു കളക്ഷൻ കിട്ടണം, അവൻ സിനിമയിൽ തുടരണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി പോയി കൊടുത്ത സപ്പോർട്ടാണ് എന്ന് തലയിൽ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ശരീരത്തിൽ അവരുടെ അനുവാദമില്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് അറിഞ്ഞ നിമിഷം നമുക്ക് ചോര തളച്ചു, ദേഷ്യം വന്നു, ആ നടനോട് ഒരു ദേഷ്യം വന്നു, രോഷാകുലനായി പ്രതികരിച്ചു. കാരണം എന്ത്? നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത. ആ ഒരു വാർത്ത കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ അമ്മയും പെങ്ങളും ഒക്കെ ഇരുന്ന് കരയുന്നതായിട്ട് വിഷമിക്കുന്നതായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഭർത്താവായിട്ടും ചേട്ടനായിട്ടും കാമുകനായിട്ടും അച്ഛനായിട്ടും ഒക്കെ കൂടെ അഭിനയിച്ച ഒരു നടിക്ക്, അല്ലെങ്കിൽ ഓരോ ഫംഗ്ഷനിൽ സൗഹൃദം പങ്കിട്ട് കൂടെ നിന്ന ഒരു പെൺകുട്ടിക്ക് ഈ ഒരു വിഷമം വന്നപ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് നമുക്ക് തോന്നിയതിൽ ഒരംശം പോലെ ഇവർക്കൊന്നും തോന്നാത്തത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഈ സ്ഥാനങ്ങളൊന്നും അർഹിക്കുന്നവരല്ല ഈ ഇത്തരം നടന്മാർ. ഇവരുടെ ഉദ്ദേശം അവരുടെ ഒരു മാർക്കറ്റ് വാല്യൂ ഉപയോഗിച്ച് ഓരോ പടങ്ങളിൽ അഭിനയിക്കുക, അത് ആ മാർക്കറ്റ് വാല്യൂ നമ്മളെ പോലെ മണ്ടൻ ഫാൻസിന്റെ എന്തെങ്കിലും കോപ്രായം കാണിച്ച കൈയടിക്കുന്ന ഫാൻസിന്റെ ഒരു തള്ളിക്കയറ്റം കൊണ്ട് മാർക്കറ്റ് വാല്യൂ കൂട്ടുക, അടുത്ത പടത്തിൽ കൂടുതൽ പൈസ ഉണ്ടാക്കുക. ഇതിനപ്പുറം ഒരു താല്പര്യവും ഈ നടന്മാർക്ക് നമ്മളോടില്ല എന്ന് തെളിയിക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. സാമൂഹ്യ പ്രതിബദ്ധത നമുക്കുള്ളത് പോലും ഇവർക്കില്ല. എന്നിട്ട് നമ്മൾ ലാലേട്ടാ എന്ന തീം മ്യൂസിക് ഒക്കെ ഇട്ട് ചങ്കില് ലാലേട്ടനെ കൊണ്ട് നടക്കും. ഇത് തന്നെയാണ് ഇവരുടെയൊക്കെ ധൈര്യവും. അപ്പൊ പറയും സഹപ്രവർത്തകൻ നിരപരാധിയാണ് എന്ന ഉറപ്പുകൊണ്ട് ചെയ്തതാണെന്ന്. പക്ഷെ മറുവശത്ത് നിരപരാധിയായിട്ടുള്ള പെൺകുട്ടി ഈ പ്രശ്നങ്ങൾ അനുഭവിച്ചു എന്ന് 100% ഉറപ്പുണ്ട്. അതിപ്പോ ഈ നടനുമായിട്ട് ബന്ധപ്പെട്ടാണോ അല്ലയോ എന്നറിയില്ല. എന്തായാലും ഒരു പ്രശ്നം ഉണ്ടായി എന്ന് 100% ഉറപ്പിട്ടുള്ള ഒരു സ്ത്രീ മറ്റൊരു വശത്തുള്ളപ്പോ അവരോട് ഇങ്ങനെ ഒരു സപ്പോർട്ടൊന്നും കണ്ടില്ലല്ലോടെ. അവർ സിനിമാ ഫീൽഡിൽ നിന്ന് ഔട്ടായ സ്ത്രീയല്ല, അവർ അതിനുശേഷം സിനിമകൾ അഭിനയിച്ച സ്ത്രീയാണ്. അവിടെയൊന്നും അവർക്കൊരു സപ്പോർട്ടായിട്ട് ഈ കൈകൾ കണ്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ നടനോട് മാത്രം? ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾക്കുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധത പോലും ഇല്ലാത്ത ഈ നടന്മാരെയാണ് നമ്മൾ ഈ തലയെ കയറ്റി ചങ്കി കയറ്റി നമ്മൾ ദൈവതുല്യമായി കണ്ടുകൊണ്ട് നടക്കുന്നത്. ഈ ഒരു രീതിയൊക്കെ മാറേണ്ട സമയമായി എന്നിവിടെ തെളിയിക്കുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ കോഴിയെ വിളിക്കുന്ന പോലെ ഒരു സിനിമ പേര്. ഉറപ്പായിട്ടും ഈ സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് എന്ന വിളി കേട്ട് പോകുന്ന കോഴികളെ കണക്ക് ഓടുന്ന കുറെ മനുഷ്യരും ഈ വീഡിയോ കാണുന്നുണ്ടാവും. നല്ല സിനിമയാണെങ്കിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അതിനും അപ്പുറം അതിജീവിതയ്ക്കൊപ്പം നിലനിൽക്കണം എന്ന മൈൻഡ് സെറ്റിൽ ജീവിക്കുന്ന വ്യക്തികളിൽ പെടുന്ന ഒരു ആളാണ് ഞാനും. അതുകൊണ്ട് ഇത്തരത്തിൽ പ്രതികരിക്കാൻ നിർബന്ധിതനാകുന്നു എന്നതിലപ്പുറം ഇത്തരത്തിൽ പ്രതികരിച്ചില്ലെങ്കിൽ ഒരു ശ്വാസമുട്ടൽ ഉള്ളതുപോലെയാണ്. അതിജീവിതയ്ക്കൊപ്പം ദ അനലിസ്റ്റ്.